فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا لرادوه إليك وجاعلوه من المرسلين. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയാണ്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയിലേക്ക് നാം വഹി അറിയിച്ചു, നാം ദിവ്യ സന്ദേശം അറിയിച്ചു. കുഞ്ഞിന് മുല കൊടുക്കാൻ. ഫഇദാ ഖിഫ്തി അലൈഹി, ആ കുഞ്ഞു നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയുണ്ടെങ്കിൽ, ഭയപ്പെടുന്ന ഒരു കാലാണല്ലോ. കാരണം ലഅനത്താക്കപ്പെട്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ബനി ഇസ്രായീലിൽ നിന്നും ഒരു തീപ്പൊരി പറന്നു വന്ന് തന്റെ സിംഹാസനം മുഴുവനും കരിച്ചു കളയുന്നു, തന്റെ കോട്ടകൊത്തണങ്ങൾ തകർത്തു കളയുന്നു. അങ്ങനെ ഭീകരമായ പേടിക്കപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ തന്റെ ദർബാറിലുള്ള സ്വപ്ന വ്യാഖ്യാതാക്കളെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞു, രാജാവേ, മഹാരാജാവേ, അങ്ങയുടെ സിംഹാസനം തകരാൻ പോവുകയാണ്, അങ്ങയുടെ രാജാധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. ബനൂ ഇസ്രായീലിൽ നിന്നൊരു ആൺകുട്ടി വരും, അവൻ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇനി ബനീ ഇസ്രായീൽ ഒരു ആൺകുട്ടിയും ജനിക്കണ്ട എന്ന് ഫറോവ ഓർഡർ പുറപ്പെടുവിപ്പിക്കുകയാണ്. അങ്ങനെ ഗർഭിണികളായ പെണ്ണുങ്ങളെ മുഴുവനും അവർ നിരീക്ഷിക്കുകയാ. ആരാണ് പ്രസവിക്കുന്നത്? ഭടന്മാര് ഓരോ വീടുകളും കയറിയിറങ്ങി പരിശോധിക്കുകയാണ്. അപ്പോഴാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല ഗർഭം ചുമക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയുന്നില്ല. പ്രസവത്തിന്റെ സമയമായി, പ്രസവിക്കേണ്ട സമയമായി. വല്ലാതെ ഭയപ്പാടിലാണ്. ആൺകുട്ടിയായാൽ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൺകുട്ടികളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട് ഫറോവ. നിങ്ങൾ എന്തൊരു അത്ഭുതകരമാണ്. ഒരു പ്രവാചകനും ജനിക്കുന്നത് പോലും ഒരു സാധാരണ ജന്മമായിരുന്നില്ല. നോക്കണേ, നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കണം. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, ഫറോവ ആ ഒരു കാലത്ത് ഒരു നിയമം പുറപ്പെടുവിപ്പിച്ചു. എന്താ നിയമം എന്നറിയോ? ഓരോ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയാൻ വേണ്ടി. അപ്പോഴാണ് ഫറോവയുടെ മന്ത്രിമാര് പറഞ്ഞത്, മഹാരാജാവേ, ഇത് വലിയ അബദ്ധം. കാരണം ആൺകുട്ടികളെ മുഴുവൻ കൊന്നു കളഞ്ഞാല് നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന പെൺകുട്ടിക്ക് പുയ്യാപ്പള വേണ്ടേ, അതിനേടിയാ പോവാ. അപ്പോഴാണ് ഓനും ചിന്തിച്ചത് അതൊരു ശരി തന്നെയാണ്. അങ്ങനെ അവൻ പറഞ്ഞു, എന്നാൽ ഒരു ദിവസം ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുക, അടുത്ത ദിവസം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാതെ വിടുകയും ചെയ്യുക. അങ്ങനെ തീരുമാനമായി. നോക്കണേ, അപ്പൊ അള്ളാഹ് എന്ത് ചെയ്താൽ മതി? മൂസാ നബി അലൈഹിസ്സലാമിനെ ഓൻ കൊല്ലൂല എന്ന് പറഞ്ഞ ദിവസത്തിൽ ജനിപ്പിച്ചാൽ മതിയല്ലോ. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല ചെയ്തു. അള്ളാഹു ചെയ്തെന്താണെന്നറിയോ? അവൻ കൊല്ലുമെന്ന് പറഞ്ഞ അതേ ദിവസത്തിൽ. അള്ളാഹുവിന്റെ അത്ഭുതം നോക്കണേ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് നോക്കണേ. അവൻ കൊല്ലുമെന്ന് പറഞ്ഞ അതേ ദിവസത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് ജന്മം നൽകുകയാണ്. എന്നിട്ടോ മൂസാ അലൈഹിസ്സലാമിനെ വളർത്തിയതോ കൊല്ലുമെന്ന് പറഞ്ഞ അതേ ഫറോവയുടെ കൊട്ടാരത്തിൽ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരികയാണ് മൂസാ അലൈഹിസ്സലാമിനെ. എന്തിനെ ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്ന അല്ലാഹു തആല? സാധാരണ ഒരു മനുഷ്യനെയാണ് പ്രവാചകനാക്കുന്നതെങ്കിൽ ആ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചങ്ങായിനെ പിടിച്ച് നബിയാക്കിയ പോരെ? തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ കൂട്ടത്തിൽ നല്ലൊരുത്തനെ പിടിച്ച് നബിയാക്കിയ പോരെ? മൂസാ അലൈഹിസ്സലാമിന്റെ ജന്മം പോലും അത്ഭുതമായിരുന്നു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ പ്രസവിച്ചപ്പോ ഉമ്മാക്ക് വല്ലാതെ ഭയമായി. രാജാവിന്റെ കിങ്കരന്മാർ വീടാന്തരം കയറിയിറങ്ങുകയാണ്. യുഹാനിദിന്റെ അരികിലേക്ക്, ഹന്നത്ത് ബീവി എന്നും പറയാ പേര്, യുഹാനിദിന്റെ വീട്ടിലേക്കും കയറി വന്നു. കുഞ്ഞുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം എന്ന ചോരപ്പൈതലിനെ ബഹുമാനപ്പെട്ട യുഹാനിദ് ഉമ്മ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ചെയ്തത് എന്താണെന്നറിയുമോ? പത്തിരി ചുടുന്ന അടുപ്പിന്റെ ഉള്ളിൽ കനലുകൾ മാറ്റിയിട്ട്, വെണ്ണീറ മാറ്റിയിട്ട് ആ അടുപ്പിന്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ മൂടി വെക്കുകയാ. അതിന്റെ മുകളിൽ തീ കത്തിക്കുകയാ. അതിന്റെ മുകളിൽ പാത്രം വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. ആളിക്കത്തുന്ന അടുപ്പിന്റെ ഉള്ളിൽ കിടന്നു കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം എന്ന ചോരപ്പൈതല്. അന്ന് മൂസാ നബി നബി ആയിട്ടില്ല, അന്ന് മൂസാ നബി നബിയല്ല, അന്നൊരു കുഞ്ഞാണ്, ചോരപ്പൈതലാണ്. പക്ഷേ
അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയായിരുന്നു. ഒരു പ്രവാചകനും ഇവിടെ വന്ന് ജനിച്ചിട്ട് പ്രവാചകനായതല്ല, പ്രവാചകനായിട്ട് തന്നെയാണ് ഈ ലോകത്തേക്ക് വന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാലോ. മറിയം انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشرا ولم أك بغيا قال كذلك قال ربك هو علي حين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما قالت فلن أكلم اليوم إنسيا. ഖുർആൻ പറയാം, നീണ്ട ചരിത്രം പറയാണ് ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം. എങ്ങനെയാ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായത്? ഒരു പ്രവാചകന്റെ ജനനത്തിന് ഒരു പിതാവിന്റെ ആവശ്യം പോലുമില്ലെന്ന് ലോകത്ത് അല്ലാഹു കാണിച്ചു കൊടുത്തു. സാധാരണ മനുഷ്യരല്ല, സാധാരണ ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ ഒരു പിതാവ് വേണം, ഒരു ഉപ്പ വേണം, അല്ലേ? ഈസാ നബി എന്ന പ്രവാചകന്റെ ഉപ്പയാരാ? പ്രവാചകനായിട്ട് തന്നെയാണ്. നോക്ക് നിങ്ങൾ, ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ,